റോന്ത് ഈ സിനിമയെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ അടുത്ത കാലത്ത് കണ്ടതിൽ വെച്ചിട്ടൊരു കിഡിലൻ മലയാളം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ പ്ലസ് റോഡ് മൂവി എന്ന് തന്നെ പറയാം. ഇത് റോഡ് മൂവിയും കൂടിയാണ്. കാരണം ഇവരുടെ ഒരു യാത്രയാണ് ഈ സിനിമ. ഒരു നൈറ്റ് പട്രോളിങ്ങിന് പോണ രണ്ട് പോലീസുകാർ, അവരുടെ യാത്ര, അവരുടെ കറങ്ങലാണ്, അതിൻ്റെ ഇടയിൽ നടക്കുന്ന സംഭവങ്ങൾ, അതിന് മുമ്പ് നടന്നിട്ടുള്ള കണക്ഷൻസ് ഒക്കെയാണ് ഈ സിനിമ പറഞ്ഞു പോണത്. ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് റോഷൻ മാത്യു, ദിലീഷ് പോത്തൻ. സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ഷാഹി കബീറാണ്. ആളെ പറ്റി പിന്നെ പറയണില്ല, ആളൊരു ലെജൻഡാണ്. കാരണം എടുക്കുന്ന പടങ്ങളൊക്കെ ഒന്നിനൊന്നും എന്താ പോലീസ് സ്റ്റോറി എടുക്കുക, അങ്ങനെയുള്ള കഴിവുള്ള ആൾക്കാർ വേണം മലയാളത്തിൽ ഇനി. പിന്നെ ഈ സിനിമയിൽ ഇനി പറയേണ്ട 3 പേരുണ്ട്. ഒന്ന്, മ്യൂസിക് ചെയ്തിരിക്കുന്ന അനിൽ ജോൺസൺ. കിട്ടില്ല വർക്ക്. ആ നൈറ്റ് ആംബിയൻസ് ഒക്കെ ആളെ മ്യൂസിക്കിൽ തന്നെ നമുക്കൊണ്ട് കിട്ടും. ആ ത്രില്ലിംഗ് മൊമെൻറ്റ്സ് കണ്ട് കൊണ്ടുപോകണം. ആ മ്യൂസിക്കിൻ്റെ ഒരു പവറും കൂടി ഉണ്ട്. ക്യാമറ വർക്ക്. ആ രാത്രി ഷോട്ടുകൾ ഇത്രയും ബെസ്റ്റായിട്ട് എടുക്കാൻ പറ്റിയ ഡയറക്ടർ ഇനി ഉണ്ടാവും തോന്നുന്നില്ല. അത് മനീഷ് മാധവനാണ് ചെയ്തിരിക്കുന്നത്. കിട്ടില്ല വർക്കായിരുന്നു മൂപ്പരടി. പിന്നെ എഡിറ്റ് ചെയ്തിരിക്കുന്നത് എന്താണ് ഇതിന് സിനിമയ്ക്ക് വേണ്ടത്, അത് ആ സിനിമയ്ക്ക് കറക്റ്റ് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മംഗലത്ത് പ്രവീൺ എന്ന് പറഞ്ഞാൽ. പിന്നെ ഇതിൻ്റെ സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റി ബാക്കിയുള്ളവരുടെ പേരൊന്നും എനിക്കറിയില്ല. പക്ഷേ അവരൊക്കെ നല്ല കിടിലം വർക്കാണ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ സിറ്റുവേഷൻ എന്ത് വേണം, അല്ലെങ്കിൽ ആ സിറ്റുവേഷനിൽ എന്താണ് അവിടെ വരേണ്ട വോയിസ് സൗണ്ടുകൾ, ഇവർ കറക്റ്റായി ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റോറിയെ പറ്റി പറയുകയാണെങ്കിൽ ഇവരെടുത്ത് സ്ക്രീൻ പ്ലേക്കുള്ള സ്റ്റോറി, അതായത് ഫസ്റ്റ് ഹാഫ് ആണെങ്കിലും ശരി സെക്കൻഡ് ഹാഫ് ആണെങ്കിലും ശരി ഒരേപോലെയാണ് പോണത്. ഓവർ സ്പീഡും ഇല്ല, എന്നാൽ പറ്റ സ്ലോ ഒന്നും പറയാൻ പറ്റില്ല. ഒരേ ലെവലിൽ ഇങ്ങനെ പോയി ഒരേ മീറ്റർ പിടിച്ചിട്ട് പോയിട്ട് നല്ല നീറ്റായിട്ട് അവസാനിപ്പിച്ചിട്ട് കിടിലൻ എൻഡിങ് ആണ് ഈ സിനിമയുടെ. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കണം. മിസ് ചെയ്യരുത്. കാരണം ഇത് ഞാൻ അൺറേറ്റഡ് ആക്കാൻ നിൽക്കരുത്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കും. ഇങ്ങനെയുള്ള പടങ്ങൾ നിങ്ങൾ പോയി സപ്പോർട്ട് ചെയ്താലാണ് ഇനിയും ഇതുപോലുള്ള സിനിമകൾ വരുള്ളൂ. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള സിനിമകൾ വരുമ്പോൾ സപ്പോർട്ട് ചെയ്യണം. എന്തായാലും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനും സപ്പോർട്ടായിട്ട് വരും വീണ്ടും.